Hi friends, the honest Malabarian അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് TCL ന്റെ Android TV ആണ് 32 ഇഞ്ചിന്റെ. TCL നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കൂടുതലായിട്ട് സെയിൽസ് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് TCL. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഷോപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് താരതമ്യേന കുറവാണ്. അതുകൂടാതെ തന്നെ ഇന്ന് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിക്ചർ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, സൗണ്ട് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് TCL ന്റെ ആൻഡ്രോയിഡ് ടിവിയുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ബ്രാൻഡിന്റെ നെയിം കാണാൻ സാധിക്കും. പിന്നെ ഗൂഗിൾ പ്ലേ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ക്രോംകാസ്റ്റ് ബിൽഡിൻ. അത് പറയുമ്പോൾ സ്ക്രീൻ ഷെയറിംഗ് ആണ്, മൊബൈൽ സ്ക്രീൻ ഷെയറിംഗ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ബ്ലൂടൂത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ്, അതായത് 1 സ്റ്റാറിലാണ് വരുന്നത്. 76 യൂണിറ്റ് ആണ് പെർ ഇയർ അത് യൂസ് ചെയ്യുന്നതെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു QR കോഡ് കാണാൻ സാധിക്കും. അത് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതിൻ്റെയാണ്. നമുക്ക് 2 ഇയർ വാറണ്ടിയാണ് TCL ആൻഡ്രോയിഡ് TVക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ആൻഡ്രോയിഡ് കാണാൻ സാധിക്കും, ആൻഡ്രോയിഡ് TV എന്നുള്ളത്. പിന്നെ HDR, മൈക്രോ ഡൈനാമിക് എന്ന് പറയുമ്പോൾ പിക്ചർ ക്വാളിറ്റിയാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ 32 ഇഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ MRP റേറ്റിംഗ് കാര്യങ്ങളിലേക്കെല്ലാം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ MRP വരുന്നത് 29,990 രൂപയാണ്. നിങ്ങൾക്കത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു 15 രൂപ 15,000 രൂപയ്ക്ക് ലഭ്യമാണ്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. ആമസോണിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി പർച്ചേസ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 5.5 kg ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. എനിവേ നമുക്ക് TV ഓപ്പൺ ചെയ്തിട്ട് നമുക്കിനി നോക്കാം. നമ്മൾ TV അൺബോക്സ് ചെയ്തിട്ടുണ്ട്, ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ഒരു റിമോട്ട്, മൾട്ടി ഫങ്ഷൻ ആയിട്ടുള്ള ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് കാണാം, TCL ചാനൽ കാണാം, പ്രൈം വീഡിയോസ് കാണാം, C5 കാണാം. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരു റിമോട്ടാണ്, നല്ലൊരു റിമോട്ടാണ് കിട്ടുന്നത്. പിന്നെ മാനുവൽ, ഗ്യാരണ്ടി കാർഡ്, പ്ലസ് ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് വാൾ സ്റ്റാൻഡാണ്. ഇത് TCLൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കമ്പനി തന്നെയാണ് ചെയ്തു തരുന്നത്, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനിക്കാർ വന്ന് തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് TV ഓൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് TVയുടെ അടുത്ത് പോയിട്ട് നോക്കാം. അതായത് കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പോലും TVയിൽ ക്ലാരിറ്റിയിലൊന്നും മാറ്റമൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സാധാരണ ചില TVകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഈ സൈഡ് ചേർന്ന് വരുന്തോറും അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് TCLൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്, അത് ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ നമ്മൾ സൈഡിലിരുന്ന് വൈഡായിട്ടൊക്കെ ഇരുന്ന് നോക്കുന്നവർക്കാണേലും നല്ല ക്ലാരിറ്റി തന്നെ TV കാണാൻ സാധിക്കും. അപ്പോൾ TVയുടെ സ്പീക്കേഴ്സ് വരുന്നത് താഴ്ഭാഗത്താണ്. 2 സ്പീക്കേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ TVയിൽ നമുക്ക് ഫങ്ഷൻസോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതിന് റിമോട്ട് തന്നെ യൂസ് ചെയ്യണം. TVയിൽ നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല, ഒരു സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. ഇതാണ് TVയുടെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ എനർജിയുടെ കാര്യം കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. പവർ ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ USB വരുന്നുണ്ട്. പിന്നെ ഒരു പഴയ കേബിളിൻ്റെ കണക്ഷൻ്റെ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ ഇത് കമ്പ്യൂട്ടറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മോണിറ്ററായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ഡിജിറ്റൽ ഓഡിയോ ഔട്ട്, അത് ഓഡിയോ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. പിന്നെ HDMIയുടെ 2 സ്ലോട്ടും കൂടിയുണ്ട്. പിന്നെ നമുക്ക് ഒരു ഓഡിയോ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി തന്നെ നമുക്ക് ഓക്സ് കേബിൾ യൂസ് ചെയ്തുകൊണ്ട് ഓഡിയോ വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ടും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് TV ഓൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. TV ഓൺ ആയി കഴിയുമ്പോൾ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ആപ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആപ്സിൽ നെറ്റ്ഫ്ലിക്സ് കാണാൻ സാധിക്കും നിങ്ങൾക്ക്, TCL ചാനൽ, പ്രൈം,
പ്രൈം വീഡിയോയുടെ ആമസോൺ പ്രൈമാണ്. TV, യൂട്യൂബ് ഇതെല്ലാം നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ നെറ്റ്ഫ്ലിക്സ് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ, നെറ്റ്ഫ്ലിക്സ് പോട്ടെ, യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മൊബൈൽ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക. ജസ്റ്റ് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടാൽ മാത്രം മതി. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റിമോട്ടിൽ നമുക്ക് യൂട്യൂബ് സെലക്ട് ചെയ്യാം. യൂട്യൂബ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പോൾ യൂട്യൂബ് നെറ്റ്വർക്ക്, ഓപ്പൺ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ നമുക്ക് വൈഫൈ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണക്ഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈസിലി അത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഏതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ സാമിലത്തിൻ്റെ ഒരു പാട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ചാനൽസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രൈം മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമായ കൂടുതൽ ഷോസും മൂവീസും വേണോ? ആസ്വദിക്കും നിങ്ങളുടെ കൂടുതൽ ഫേവറേറ്റ്സ്. ആമസോൺ പ്രൈം വീഡിയോ ചാനൽസിലൂടെ ആഡ്സ് ആണ്. അപ്പോൾ ആഡിന് ശേഷം നമുക്ക് വീഡിയോ ചെക്ക് ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയും TCL നമുക്ക് ആൻഡ്രോയിഡ് TV പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസിലി ഇങ്ങനെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഓരോ ചാനൽസ് ഓരോ വീഡിയോസും നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആമസോണിലെ ലിങ്ക്, TCLൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കയറി അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിൽ താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, താങ്ക് യു.